ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനം 3-ാമത്തെ എപ്പിസോഡിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖവും അതിന്റെ പശ്ചാത്തലവും ഒക്കെ നാം ചിന്തിച്ചു. അതുപോലെ വചനം ജഡമായി തീർന്ന, ജഡം ധരിച്ച ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില പ്രസ്താവനകൾ പ്രത്യേകമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമായിരുന്നവൻ, മനുഷ്യനായിട്ട് ലോകത്തിൽ പിറന്നവനായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം അവൻ ആദി മുതലേ ഉള്ളവനായിരുന്നു എന്ന് നാം ചിന്തിച്ചു. ഹി വാസ് ദ ഇറ്റേണൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിത്യമായ വചനമായിരുന്നു യേശുക്രിസ്തു എന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് സകലവും അവൻ മുഖാന്തരം ഉളവായി. ഹി വാസ് ദ ക്രിയേറ്റീവ് വേർഡ് ഓഫ് ഗോഡ്. കർത്താവായ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ക്രിയേറ്റീവ് വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സൃഷ്ടി മുഴുവൻ നടത്തിയത് കർത്താവായ യേശുക്രിസ്തു ആണ്. ആ വചനത്താലാണ് സകലവും ഉളവായതെന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നാം വചനത്തെ കുറിച്ച് ചിന്തിച്ചത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇൻകാർണേറ്റ് വേർഡ് ഓഫ് ഗോഡ്. ജഡം ധരിച്ച മനുഷ്യനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്, നിത്യനായ ദൈവത്തിന്റെ വചനമായ കർത്താവായ യേശുക്രിസ്തു. രണ്ട്, ക്രിയേറ്റീവ് വേർഡ് ഓഫ് ഗോഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ക്രിയേറ്റീവ് വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സൃഷ്ടി നടത്തിയ ദൈവത്തിന്റെ വചനമായ കർത്താവായ യേശുക്രിസ്തു. മൂന്നാമതായിട്ട് ജഡം ധരിച്ച കർത്താവായ യേശുക്രിസ്തു. കർത്താവ് തന്നെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഏക സത്യദൈവമായ നിന്നെയും, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ് ദൈവത്തിന്റെ ജീവൻ നാം പ്രാപിക്കുന്നതെന്ന് യോഹന്നാന് വ്യക്തമായിട്ട് ഈ സുവിശേഷത്തിൽ പറയുന്നു. യോഹന്നാൻ ഇത് എഴുതിയതിന്റെ ഉദ്ദേശവും പറയുന്നു. യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അവന്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ജഡം ധരിച്ച് ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു സകലത്തിന്റെയും സൃഷ്ടിക്ക് മുഖാന്തരമായി തീർന്ന, സകലവും അവന് വേണ്ടിയും അവനാലും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തു എന്തിന് മനുഷ്യനായി തീർന്നു എന്നുള്ളതും നാം ചിന്തിക്കുകയുണ്ടായി. നാം ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്, നാം ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തു നമ്മെ പോലെ ഏകീഭവിക്കുവാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി സകലത്തിലും നമുക്ക് സദൃശ്യനായി തീർന്നു. കാരണം നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ, നമ്മുടെ വേദനകളെ പങ്കിടുവാൻ, നമ്മുടെ മാനുഷികമായ എല്ലാ പരിമിതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു. അതേസമയം പൂർണ്ണ ദൈവവുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും പങ്കിട്ട, സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഏത് വേദനയും ഇല്ലും നമ്മോട് സഹതാപം കാണിപ്പാൻ, നമ്മെ സഹായിപ്പാൻ പ്രാപ്തനായ, എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനാണെന്നും നാം ചിന്തിക്കുകയുണ്ടായി. യേശുക്രിസ്തു മനുഷ്യനായി തീർന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രം മനുഷ്യനായി തീർന്നാണോ? ഒരു പ്രത്യേക കാലയളവിലേക്ക്, ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് യേശുക്രിസ്തു മനുഷ്യനായി തീർന്നു. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി ദൈവത്തെ, ആത്മാവായ ദൈവത്തോട് ചേർന്ന് ആത്മാവായി ജീവിക്കുകയാണോ ചെയ്യുന്നത് എന്നൊരു ചോദ്യം നമുക്കുണ്ടാകാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി തീർന്നപ്പോൾ he entered into a perfect union with humanity. Permanent union with humanity. Perfect and permanent union with humanity. യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാനായിട്ട്, നമ്മുടെ പാപത്തിനു വേണ്ടി പരിഹാരമായി തീരുവാൻ, കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക കാലയളവിലേക്ക് 33 വർഷത്തേക്ക് മനുഷ്യനായി തീർന്നതല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴും മനുഷ്യപുത്രനായി തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്.
കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ശിഷ്യന്മാർക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുവാൻ, തൊട്ടു നോക്കുവാൻ, കൈകൊണ്ട് ഫീൽ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല അവരോട് കൂടെ വറുത്ത മീനും തേൻകട്ടയും കഴിച്ച് ഭക്ഷണം കഴിച്ച് കണ്ട യേശുവിനെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു മരിക്കുവാൻ വേണ്ടി, യാഗമായി തീരുവാൻ വേണ്ടി മാത്രം മനുഷ്യനായതല്ല, ഉയർത്തെഴുന്നേറ്റപ്പോഴും യേശു ക്രിസ്തു മനുഷ്യപുത്രനായി തന്നെ ഒരു ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് നാം പറയുന്നത്, നാം മരിച്ചാൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. നാം മരിച്ച് അടക്കപ്പെട്ടാൽ ക്രിസ്തു യേശുവിനോട് കൂടെ, ക്രിസ്തുവിൽ മരിച്ചാൽ നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഏത് ശരീരമാണോ ലഭിച്ചിരുന്നത് അതേപോലെ ഒരു ശരീരം, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. നാം അവനോട് സദൃശ്യന്മാരായിത്തീരും. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു entered into a permanent union with humanity, മനുഷ്യരോടുകൂടെ വസിപ്പാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പിന്നെ പറയുന്നു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് മെയ്ഡ് ഹിസ് ഡ്വെല്ലിംഗ് എമംഗ് അസ്. വേറൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത്, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് പിച്ച്ഡ് ഹിസ് ടെന്റ് എമംഗ് അസ്. തന്റെ കൂടാരം നമ്മുടെ ഇടയിൽ അടിച്ചു, അല്ലെ നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ ജീവിച്ചു എന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞല്ലോ, ഇനിയും കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? മനുഷ്യനായി വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരോടുകൂടെ വീണ്ടും കർത്താവ് വസിക്കുവാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാല്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ Revelation chapter 21 verse 3, ഇതാ സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായി, അവർ അവന്റെ ജനമായി. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവിടെയും യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ദ കൾമിനേഷൻ ഓഫ് ഓൾ തിങ്സ്, എല്ലാറ്റിന്റെയും സമാപ്തിയിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ആൻഡ് ഐ ഹേർഡ് എ ലൗഡ് വോയിസ് ഫ്രം ദ ത്രോൺ saying, look, God's dwelling place is now among the people and he will dwell with them. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുവാനായിട്ട്, കർത്താവ് ദൈവത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം അതാണ്, നമ്മോട് കൂടെ വസിക്കണം. ഇപ്പോൾ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പിന്നീട് നാം അവനോട് ചേർന്ന് ഒന്നായി തീരുമ്പോൾ, എല്ലാം ക്രിസ്തു യേശുവിൽ ഒന്നായി തീർക്കുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, എല്ലാം ക്രിസ്തുവിലായി തീരുന്ന, ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ചേരുകയാണ്. പിന്നെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ വരുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അങ്ങനെ ഒന്നായി തീരുന്ന ഒരവസ്ഥയിൽ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം യേശുക്രിസ്തുവിൽ ഒന്നായി തീർക്കുന്ന ഒരവസ്ഥയിൽ യേശുക്രിസ്തു മനുഷ്യരോട് കൂടെ വസിക്കും. അതാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ആ കർത്താവായ യേശു ക്രിസ്തു ഒരു പൂർണ്ണമായി മനുഷ്യരോട് കൂടെ വസിപ്പാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, നാം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കർത്താവ് നമ്മോട് കൂടെ വസിപ്പാൻ, നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ, നമ്മോട് ചേർന്ന് വസിപ്പാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ അതിനുവേണ്ടി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ആദാമിനോട് കൂടെ ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ, ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലൊച്ച കേട്ടു എന്നാ പറയുന്നത്. വെയിലാറുമ്പോൾ മാത്രമായിരിക്കുകയല്ല, എല്ലാ ദിവസവും എപ്പോഴും തന്റെ ജനത്തോട്, താൻ സൃഷ്ടിച്ച തന്റെ മനുഷ്യനോടുകൂടെ വസിപ്പാൻ, തന്റെ കൈപ്പണിയായ തന്റെ മനുഷ്യനോടുകൂടെ വസിപ്പാൻ ദൈവം ആഗ്രഹിച്ചു.
അതുകൊണ്ട് തോട്ടത്തിൽ ദൈവം നടക്കുന്ന കാലൊച്ച ആദമിനും ഹവ്വയ്ക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഒരാളുടെ ഫുഡ് സ്റ്റെപ്സ് നടക്കുന്നതിന്റെ ഒച്ചയിൽ നിന്ന്, ആ ശബ്ദത്തിൽ നിന്ന് ആ വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ എത്രമാത്രം അടുത്തിടപെട്ടിട്ടാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിച്ചത്. ഒരാളുടെ കാലൊച്ചയിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിൽ, ഇപ്പൊ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടിട്ട് അവരോടി ഒളിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഇപ്പൊ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ദൈവ തേജസ് അവരെ ചുറ്റി മിന്നിയിരുന്ന, ആദമിനെ ഹവ്വയെ ചുറ്റി മിന്നിയിരുന്ന ആ സമയത്ത് ദൈവം അവരോട് കൂടെ വസിച്ചു. എന്നാൽ പാപം, പിശാചു വന്ന് പാപത്തിൽ അവരകപ്പെട്ടു. ആ പാപം അവരെ ദൈവവുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അവരെ ദൈവത്തിൽ നിന്ന് അവർക്കൊരു വേർപാടുണ്ടായി. ഒരു ആത്മീക മരണം സംഭവിച്ചത് കൊണ്ടാണ് അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നത്. പിന്നീട് ദൈവ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ് നോഹയുടെ കാലം വരുമ്പോഴത്തേക്ക് മനുഷ്യൻ മുഴുവൻ വഷളായി, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു എന്ന് 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിച്ച ശേഷം ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരായിരുന്നു നോഹ. നോഹ എന്താ ചെയ്തെന്താ പറയുന്നത്? നോഹയോട് കൂടെ നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോ ദൈവം എപ്പോഴും മനുഷ്യന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. 6-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം 7 തൊട്ട് വായിക്കാം. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോവ വാസ് ഫൗണ്ട് ഫേവർ ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. എന്നിട്ട് പറയുക, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആ 12-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കി. സകല ജഡവും, എല്ലാ മനുഷ്യനും, ഓൾ മെൻ കറപ്റ്റഡ് ദെയർ വൈസ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നകന്ന് തന്റെ വഴി വഷളാക്കി സകല മനുഷ്യരും ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് തന്റെ തലമുറയിൽ നിഷ്കളങ്കന് നീതിമാനുമായിരുന്നു. ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അവൻ ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യരെയാണ് ഗോഡ് ഈസ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു വാക്ക് വിത്ത് ഹിം. ദിവസം പറയുന്നു, 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പൊ കർത്താവിനോട്, ദൈവത്തോട് കൂടെ നടക്കുന്നവരെ, അതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്ന് തന്നോട് കൂടെ നടക്കുന്നവരെ ചേർക്കുവാനായിട്ട്, തന്നോട് കൂടെ നടക്കുവാനുള്ള ശക്തി തരുവാനായിട്ട് കർത്താവ് വന്നു. അപ്പൊ ആദാമിനെ സൃഷ്ടിച്ചു, ആദാം പരാജയപ്പെട്ടു. നോഹയെ ദൈവം തെരഞ്ഞെടുത്തു, നോഹയും നോഹയുടെ കുടുംബത്തിലുള്ള 8 പേരെയും രക്ഷിച്ചു. എന്നാൽ ആ തലമുറ പിന്നീട് വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയി. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ബാബേൽ ഗോപുരം പണി. വീണ്ടും ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ പേഴ്സൺ ഹൂ ഈസ് ഏബിൾ ടു വാക്ക് വിത്ത് ഹിം. തന്നോടൊപ്പം നടക്കുവാൻ, താൻ പറയുന്ന അനുസരിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ദൈവം തേടുകയാണ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവം അബ്രഹാമിനെ കണ്ടെത്തി, അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം കൽദേരുടെ ഊരിൽ ഇരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചു. 12-ാം അധ്യായത്തിൽ അവനെ അനുഗ്രഹിക്കുന്നത് നാം കാണും. അങ്ങനെ ദൈവ സാന്നിധ്യം എപ്പോഴും മനുഷ്യരോടുകൂടെ ആയിരിക്കാൻ, അവരോടുകൂടെ ആയിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കും. അപ്പൊ ആദമും ഹവ്വയും ദൈവത്തിന്റെ തേജസ് കണ്ട്, ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിച്ചു. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ സന്തതി 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്ന ശേഷം തിരിച്ചു വന്ന് അവരോട്, മോശയോട് പറഞ്ഞു, നീ ഒരു സമാഗമന കൂടാരം പണിയണം, ടെന്റ് ഓഫ് മീറ്റിംഗ്, ഒരു ടാബർനക്കിൾ നീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ഒരു പെട്ടകം, അതിവിശുദ്ധ സ്ഥലം വേർതിരിക്കണം. ആ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു പെട്ടകം, ഒരു സാക്ഷ്യപ്പെട്ടകം, ആർക്ക് ഓഫ് ടെസ്റ്റിമണി, അതുണ്ടാക്കണം. അതെന്ന് പറയുന്നത് കതിരമരം കൊണ്ടായിരിക്കണം, അതിന് തണ്ടുകൾ ഉണ്ടായിരിക്കണം. അതിന്റെ അകത്ത് 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകളും അവരെ നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് വേർതിരിച്ച മന്നയും അഹരോന്റെ തളിർത്ത വടിയും വെക്കണം.
അതിന്റെ മുകളിൽ ഒരു മൂടി ഉണ്ടായിരിക്കണം. ആ മൂടിയുടെ പേർ കൃപാസനം എന്നായിരിക്കണം. കൃപാസനത്തിന്റെ ഇരുവശത്തും കെരൂബുകൾ ഉണ്ടായിരിക്കണം. ആ കെരൂബുകളുടെ മധ്യേ നിന്ന് ആ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന ആ പെട്ടകത്തിന്റെ മേൽ, കൃപാസനത്തിന്റെ മേൽ ആവസിച്ച് ആ തേജസ്സിൽ നിന്നാണ് ദൈവം മോശയോടും അഹരോനോടും സംസാരിച്ചത്. അവര് ദൈവത്തെ ആരാധിച്ച കാലത്തൊക്കെയും ദൈവത്തോട് ചേർന്ന് നടന്ന കാലത്തൊക്കെയും ദൈവത്തിന്റെ തേജസ്, പ്രത്യേകിച്ചും ആ കൂടാരത്തെ വരെ മേഘം കൊണ്ട് മൂടി അതിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നാണ് അവരോട് സംസാരിച്ചത്. ആ തേജസ് പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്നു. 1 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഏലി പുരോഹിതന്റെ മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും വഷളായി ആ ദൈവാലയത്തിൽ അവര് വളരെ വളരെ ദുഷ്ടത പ്രവർത്തിച്ചു. ദൈവം അവരെ ശിക്ഷിച്ചു. യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യരെ പിടിച്ചുകൊണ്ടുപോയി. പിടിപെട്ടു പോയി എന്നറിഞ്ഞ് ഏലി പുരോഹിതൻ പുറമോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു. ഫിനെഹാസിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയി എന്ന് കേട്ടിട്ട് അവള് പറയുകയാണ്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ആ പൈതലിന് ഇക്കബോദ് എന്ന പേരിട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോ മരുഭൂമിയിൽ അവരോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പിന്നീട് ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ അധിവസിച്ച ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ തേജസ് ഇവിടെ ഏലി പുരോഹിതന്റെ കാലത്ത് അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ട്, ദൈവത്തിന്റെ മഹത്വം, ദ ഷെക്കൈന ഗ്ലോറി അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നാം കാണും. പിന്നീട് യെശയ്യാവ് ആ മഹത്വം കാണുന്നുണ്ട്. എന്നാൽ ആ മഹത്വം തിരിച്ചു വരുന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ, ലോകത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതിനെക്കുറിച്ചാ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അവൻ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ അവന്റെ തേജസ് ആയിട്ട് കണ്ടു. മോശയും അഹരോനും കെരൂബുകളുടെ നടുവിൽ കൃപാസനത്തിന്റെ മുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ് കണ്ടു. ഇസ്രായേൽ മക്കള് സമാഗമന കൂടാരത്തിന്റെ മുകളിൽ മേഘം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ തേജസ് അതിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. 10 കൽപ്പന അവർക്ക് നൽകുമ്പോൾ ഹോരേബ് പർവ്വതത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് അവർ കണ്ടു. പിന്നീട് പലപ്പോഴായി ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് റോമാലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്. നാം കാണുന്നത് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രകാശമായിട്ട്. കഴിഞ്ഞ ദിവസവും നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സെബുലൂനും നഫ്താലിയും ഒക്കെ വലിയ വെളിച്ചം കണ്ടു. ആ തേജസ്സിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. നമ്മുടെ പ്രത്യാശയും അതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങളിൽ പറയുന്നു, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കും. ദൈവ തേജസ് വെളിപ്പെടും. ആ ദൈവ തേജസ് ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്, അവന്റെ തേജസ് കണ്ടവരാണ് അപ്പോസ്തലന്മാർ. അതാണ് അവരുടെ വലിയ വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ആ ദൈവ തേജസ് കണ്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിന് ദൈവ തേജസ് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില് 2-ാമത്തെ വാക്യം നോക്കിയാല്, അപ്പോസ്തല പ്രവൃത്തി 7:2 വായിച്ചാല്, സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് അബ്രഹാം ദൈവ തേജസ് കണ്ടതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി.
സഹോദരന്മാരും ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, അന്നത്തെ നേതാക്കന്മാരോട് പറയുകയാണ്, പരീശന്മാരും പ്രമാണിമാരും മഹാപുരോഹിതന്മാരോടും ഒക്കെ പറയുകയാണ്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ കേൾക്കുക. അബ്രഹാം മെസപ്പൊത്തോമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഗോഡ് ഓഫ് ഗ്ലോറി അപ്പിയർഡ് ടു ഹിം. ദൈവം ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷത കൊടുക്കുന്നത് അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയാണ്. വിളിയിൽ എപ്പോഴും ആ ഷെക്കൈന ഗ്ലോറി കാണുവാനായിട്ട് കഴിയും. അത് ദൈവ തേജസിന്റെ ദർശനം നമുക്ക് ലഭിക്കുന്നത്. നമ്മള് ഒരു ആളത്തെ രൂപത്തിലായിരിക്കുകയില്ല കർത്താവിനെ എപ്പോഴും ദൈവത്തെ കാണുന്നത്. പഴയ നിയമകാലത്ത് പ്രത്യേകിച്ചും അവര് ദൈവത്തിന്റെ തേജസ് കണ്ടു. ആ തേജസ് പിന്നീട് മരുഭൂയാത്രയിൽ അവരെ അനുഗമിച്ച ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ അഗ്നിസ്തംഭവും മേഘസ്തംഭവും, പിന്നീട് സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്, അബ്രഹാം കണ്ട തേജസ് ഇസ്രായേൽ മക്കളും കണ്ടു. ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം. ആ ദൈവത്തിന്റെ തേജസ്സിൽ 40 ദിവസം മോശ പോയിരുന്നു, വെള്ളം കുടിക്കാതെ 40 ദിവസം ഇരുന്നു. ആ ദൈവ തേജസ്സിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു. ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അതിനു മുമ്പേ മുൾപ്പടർപ്പ് എരിയുമ്പോൾ, മുൾപ്പടർപ്പ് തീ കത്തുമ്പോൾ, മുൾപ്പടർപ്പ് എരിഞ്ഞു പോകാതെ തീ കത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് മോശ കണ്ടു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ പറയണമെന്ന് പറയുമ്പോൾ ആ തേജസ് മോശ കാണുകയാണ്. പ്രിയമുള്ളവരെ, ദൈവ തേജസിന്റെ പ്രത്യക്ഷതയാണ് നമ്മെ നമ്മുടെ മരുഭൂ യാത്രയിൽ നടത്തുന്നത്. മോശ അത് കണ്ടു. യെശയ്യാവ് കണ്ടതായിട്ട് നാം വായിക്കുന്നു. ഉസിയ രാജാവ് മരിച്ച ആട്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് കർത്താവ് അത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവ് 12-ാം അധ്യായം 40-41 വാക്യ 39 തൊട്ട് വായിച്ചാല് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇട വന്നു, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയും 41-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ഇത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് കർത്താവ് അവിടെ ഉദ്ധരിച്ചിട്ട് 41-ാമത്തെ വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12-41 കർത്താവ് പറയുകയാണ്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് യോഹന്നാൻ അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. യെശയ്യാവ് കർത്താവിന്റെ തേജസ് കണ്ടു ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഓൾ ത്രൂ ഔട്ട് ദ ഹ്യൂമൻ ഹിസ്റ്ററി ഗോഡ് അപ്പിയർഡ് ഇൻ ഹിസ് ഗ്ലോറി ടു ഹ്യൂമൻ ബീങ്സ്. ദൈവം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെമ്പാടും മനുഷ്യർക്ക് തന്റെ തേജസിന്റെ പ്രത്യക്ഷതയാണ് നൽകി. ആ തേജസിന്റെ പ്രത്യക്ഷത ഇനിയും കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോവുക. അന്ന് അവന്റെ തേജസ് കാണുമ്പോൾ നാം അവനെ പോലെ തന്നെ ആയിത്തീരും. അപ്പൊ അബ്രഹാം കണ്ടു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പിന്നീട് ആ മോശയെ കുറിച്ച് നാം കാണുന്നു, അബ്രഹാമിനെ കുറിച്ച് കാണുന്നു, യെശയ്യാവിനെ കുറിച്ച് കാണുന്നു. അത് തന്നെയാണ് ശൗല്, തർസോസുകാരനായ ശൗൽ ദമസ്കോസിലേക്ക് പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ഒക്കെ പൗലോസിന്റെ സാക്ഷ്യം നമുക്ക് കാണാമല്ലോ. അവിടെ എല്ലാം സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്നൊരു പ്രകാശം എന്നെ ചുറ്റി മിന്നി എന്ന് പറയുന്നു. അപ്പൊ അവിടെയും ദൈവ തേജസിന്റെ പ്രത്യക്ഷതയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലനെ പത്രോസ് പറയുന്നത്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം 2 പത്രോസ് 1-ന്റെ 16-ഉം 17-ഉം പത്രോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്
കഥകളെ ആ പ്രമാണിച്ചു നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. വി ഹാവ് ഇൻ മെയ്ഡ് എനി കുക്ക്ഡ് അപ്പ് സ്റ്റോറി. ഞങ്ങൾ എന്തെങ്കിലും കെട്ടുകഥ നിങ്ങളോട് പറഞ്ഞോ അത് പ്രമാണിച്ചിട്ടോ അല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും മഹത്വവും നിങ്ങളോട് പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത്. പിന്നെ എന്തുകൊണ്ടാ? മഹത്വം കണ്ട ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നത് കൊണ്ടത്ര. വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി, വി വേർ ദ വിറ്റ്നസസ് ഓഫ് ഹിസ് ഗ്ലോറി. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നു. അതെന്തുവാ? മറുരൂപ മലയിലെ സംഭവമാണ് പറയും. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആ ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് രൂപാന്തരം പ്രാപിച്ചു. ഏലിയാവും മോശയും വന്ന് അവനോട് സംസാരിക്കുന്നതായിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടു. അവിടെ പത്രോസ് ചോദിക്കുന്നത്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ എന്നൊക്കെ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവങ്കൽ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യത്തില് താഴോട്ട് പറയുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ വാക്യം വായിച്ച്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ തേജസിന്റെ പ്രഭയിൽ അവന്റെ മഹത്വത്തിൽ ദർശിപ്പാനായിട്ട് പത്രോസിനും യാക്കോബിനും യോഹന്നാനും കഴിഞ്ഞു. ആ യോഹന്നാനാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു, ജഡം ധരിച്ച കർത്താവായ യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. അപ്പോ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളായി തീരണം. നമ്മെക്കുറിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ പിന്നീട് വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ 1-ാം അധ്യായത്തില് കർത്താവിനെ കാണുന്നുണ്ട്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായവൻ. ആ ദൈവത്തിന്റെ മഹത്വം അവൻ കണ്ടു. യോഹന്നാൻ അത് കണ്ട് മരിച്ചവനെ പോലെ ആയെന്നാ പറയും. മരിച്ചവനെ പോലെയായി. പ്രിയമുള്ളവരെ, ആ ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷത ലഭിക്കുന്നെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവം. അത് ചിലപ്പം ഏറ്റക്കുറവൊക്കെ ഉണ്ടാവുക. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ലഭിച്ചതുപോലെയോ. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ടല്ലോ. സാധു സുന്ദർ സിംഗിന്റെ മാനസാന്തരം തന്നെ അങ്ങനെയാണ്. ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് വെളിപ്പെടണം, അല്ലെങ്കിൽ രാവിലെ ഇതുവഴി വരുന്ന ട്രെയിനിന് മുമ്പിൽ, അതിരാവിലെ വരുന്ന ട്രെയിനിന് മുമ്പിൽ ഞാൻ തലവെച്ച് മരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനത്തിലെ മുറിയിലായിരുന്ന സാധു സുന്ദർ സിംഗിന്റെ മുറിയിലേക്ക് ട്രെയിൻ പോകുന്നതിന് കുറച്ചു മുമ്പ് ദൈവത്തിന്റെ തേജസ് ആ മുറിയിൽ നിറഞ്ഞു. അവൻ യേശു ക്രിസ്തുവിനെ കണ്ടു, മഹിമ കണ്ട സാക്ഷിയായി തീർന്നു. 33-35 വയസ്സ് വരെ ജീവിച്ചു. അപ്പോസ്റ്റൽ ഓഫ് ദ ബ്ലീഡിംഗ് ഫീറ്റ് ഓഫ് ഇന്ത്യ എന്നാ പറയുന്നത്. ഇന്ത്യയിലെ രക്തം വാർന്നൊലിക്കുന്ന കാലുകളോടുകൂടിയ ഇന്ത്യയുടെ അപ്പോസ്തലൻ. നേപ്പാളിലും ഭൂട്ടാനിലും എല്ലാം സുവിശേഷം അറിയിച്ചു. എങ്ങനെയാ മരിച്ചെന്ന് പോലും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു തേജസിന്റെ പ്രത്യക്ഷത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുക. നോഹ ദൈവത്തോട് കൂടെ നടന്നത്, അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചത്. ശൗല് പറയുന്നു, പൗലോസ് പറയുന്നു, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമേ എന്ന് എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ പാനീയയാഗമായി ദൈവസന്നിധിയിൽ ഒഴിച്ച പൗലോസ്. അവർക്കൊക്കെ അങ്ങനെ ഒഴിക്കപ്പെടുവാൻ, തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? അവർ ആ തേജസ് കണ്ടു. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന നാം അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീരണം. നമ്മുടെ മലയാളത്തിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, കള്ളനെ കണ്ട പട്ടി നിർത്താതെ കുരയ്ക്കും. ആ പട്ടി കുരയ്ക്കുന്ന കേട്ട് അടുത്ത വീട്ടിലെ പട്ടി കുരയ്ക്കും, അടുത്ത വീട്ടിലെ പട്ടി കുരയ്ക്കുന്ന കേട്ട് അതിന്റെ അടുത്ത വീട്ടിലെ പട്ടി കുരയ്ക്കും. അങ്ങനെ ഒരു 5-6 വീട് വരെ പട്ടികൾ ഇങ്ങനെ കുരയ്ക്കും. അവസാനത്തെ പട്ടി ഇങ്ങനെ ചുരുണ്ട് കിടന്നുണ്ടെന്ന് മുരളത്ത് മാത്രമേ. കാരണം അത് വല്ല പട്ടിയും കുരയ്ക്കുന്നതേ കേട്ടുള്ളൂ, അല്ലാതെ കള്ളനെ അത് കണ്ടിട്ടില്ല. എന്നാൽ കള്ളനെ കണ്ട പട്ടി നിർത്താതെ കുരച്ചുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. അതൊരു ഉദാഹരണം മാത്രമായിട്ട് ഞാൻ പറയുകയാണ്. എന്ന് പറഞ്ഞ പോലെ നാം അവന്റെ തേജസ് കണ്ടെങ്കിൽ, ആ പ്രത്യക്ഷത, ആ മഹത്വം കണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് മഹിമ കണ്ട സാക്ഷികളായിരിക്കാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ നാം കാണുന്ന എല്ലാവരും തന്നെ ദൈവത്തിന്റെ തേജസ്, ദാനിയേലിനെ കുറിച്ച് നാം അത് കാണുന്നു. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഒരു പുരുഷൻ ഇറങ്ങി വന്നു. ദാനിയേൽ പ്രവചനം 9ഉം 10ഉം അധ്യായങ്ങളൊക്കെ വായിച്ചാല് നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവ തേജസ് കാണുന്നതായിട്ടുള്ള ഒരു അനുഭവം പത്രോസ് അപ്പോസ്തലൻ ജീവിതത്തിന്റെ അന്ത്യത്തിൽ പറയുന്നു, ഞങ്ങള് നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും നിങ്ങളോട് അറിയിച്ചത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കെട്ടുകഥകളെ കേട്ടിട്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. മറുരൂപമലയിൽ വെച്ച് ഇവൻ എന്റെ പ്രിയപുത്രനുമെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് പറയുന്ന ശബ്ദം കേട്ട് ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധം വെണ്മയായ വസ്ത്രം ധരിച്ച ആ തേജസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട പത്രോസ് പറയുകയാണ്, ഞങ്ങള് അവനെ സാക്ഷികളായി തീർന്നത് ആ പ്രത്യക്ഷത കൊണ്ടാണെന്ന് പറയും. അതിനു മുമ്പേ വിളിച്ചു ചെന്നവരാണ്, എന്നാൽ അവർക്ക് ആ വലിയ ദർശനം ലഭിച്ചു. യോഹന്നാൻ അപ്പോസ്തലനും ഏതാണ്ട് 90 വയസ്സുള്ളപ്പോൾ പറയുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും. പ്രിയമുള്ളവരെ, നാം ദൈവ തേജസ് കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവ തേജസ് ഇറങ്ങി വന്നത് പഴയ നിയമത്തിൽ എവിടെയാണ് നാം കാണുന്നത്? നാം പറഞ്ഞു, സമാഗമന കൂടാരത്തിൽ സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുകളിലെ കൃപാസനത്തിലേക്കാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നത്. ആ സാക്ഷ്യപ്പെട്ടകത്തിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. 10 കൽപ്പനകൾ അതിന്റെ അകത്തുണ്ടായിരുന്നു. ആ സാക്ഷ്യപ്പെട്ടകത്തിന് പുറത്തായിട്ടാണ് ധൂപവർഗം ഇടുന്നതായിട്ടുള്ള വിശുദ്ധ ധൂപവർഗം ഇടുന്ന ആ പാത്രം വെച്ചിരുന്നത്. അതിൽ നിന്ന് പുക ഉയരുമായി സുഗന്ധ ധൂപവർഗം. ആ സുഗന്ധ ധൂപവർഗം എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തില് 8-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ധൂപവർഗത്തിലെ പുക സ്വർഗത്തിലേക്ക് കയറിയത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ദൈവ തേജസ് കാണണമെങ്കിൽ ആ പഴയ നിയമത്തിന്റെ ചിത്രം ഒന്ന് വീണ്ടും പുനർസൃഷ്ടിക്കണം. ദൈവ തേജസ് ഇറങ്ങി വരുന്നത് കൃപാസനത്തിന്റെ മുകളിലേക്ക്. ഇന്ന് സമാഗമന കൂടാരമില്ല, സാക്ഷ്യപ്പെട്ടകമില്ല. അന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുകളിലെ കൃപാസനമോ കെരൂബുകളോ നമുക്കില്ല. ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആ സാക്ഷ്യപ്പെട്ടകത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. അവന്റെ തേജസ് കാണുവാൻ മുഖാന്തരമായി തീരുന്നത് ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയുമാണ്. ആ ധൂപവർഗം ആ പുക സ്വർഗത്തിലേക്ക് ഉയരുന്നത് പോലെ പ്രാർത്ഥനയോട് ദൈവവചന ധ്യാനത്തോട് കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് എന്നാൽ ഇന്നും ദൈവ തേജസ് നമുക്ക് പ്രത്യക്ഷമാകും. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവ തേജസ് ഇറങ്ങി വരും. നമ്മുടെ യാചനയിൽ ദൈവ തേജസ് ഇറങ്ങി വരും. നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി ദൈവവചനം ധ്യാനിച്ച് ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവവചനം നാം പഠിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടും യാചനയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ, കൃപാസനത്തിന്റെ അടുത്തേക്ക് ത്രോൺ ഓഫ് ഗ്രേസിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ദൈവ തേജസ് ഇന്നും നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. യോഹന്നാൻ പറഞ്ഞ, ഞങ്ങൾ അവന്റെ തേജസ് ഏകജാതന പിതാവിൽ നിന്നുള്ള ഏകജാതനായ അവന്റെ തേജസ്സായി കണ്ടു. ഇന്നും കർത്താവ് നമുക്ക് ആ പ്രത്യക്ഷത നൽകുവാനായിട്ട് പ്രസാദിക്കും. അവിടെ നാം എപ്പോഴും ബലഹീനരാകുമ്പോൾ നമുക്ക് കർത്താവിന്റെ പ്രത്യക്ഷത ആർക്കെല്ലാം ലഭിച്ചിട്ടുണ്ടോ അവരൊക്കെ മരിച്ചവരെ പോലെ ആയി എന്നാണ് നാം വായിച്ചത്. അവരങ്ങ് വീണുപോയി. പിന്നെ കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുക, അല്ലെ അവരെ തൊടുമ്പോഴാണ് അവർ വീണ്ടും എഴുന്നേൽക്കും. അതുപോലെ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് കർത്താവിനെ കാണാനായിട്ട് കഴിയും. നമ്മുടെ വേദനയിൽ, നമ്മുടെ മനസ്സ് നുറുങ്ങിയ അനുഭവങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അതാണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നു. അവിടെ സ്വർഗത്തോളം എടുക്കപ്പെട്ട് ആ പ്രത്യക്ഷതയിൽ കാണുവാനായിട്ട് കഴിഞ്ഞ് എങ്ങനെയാ? ശരീരം വിട്ടുപോയൊരവസ്ഥ പോലെ ആയിരുന്നു. നമുക്കും ദൈവസന്നിധിയിലേക്ക് അടുത്തില്ല. നമ്മൾ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ദൈവവചനം ധ്യാനിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നെങ്കിൽ ഇന്നും ആ തേജസ്സിന്റെ പ്രത്യക്ഷത
നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വളരെ വേഗം മറ്റൊരു ഭാഗം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് 15-ാമത്തെ വാക്യം. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു. യോഹന്നാൻ സ്നാപകൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സാക്ഷ്യത്തെ കുറിച്ച് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം അത് പിന്നീട് താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ 16-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്നാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരമാണ്. ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. എന്നാൽ ന്യായപ്രമാണത്തിന് ദൈവസന്നിധിയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ശിശുപാലകനായിട്ട് ഭവിച്ചു, എന്നാൽ ന്യായപ്രമാണത്തെ അനുസരിക്കുവാനായിട്ട് മനുഷ്യന് കഴിഞ്ഞില്ല. അത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം റോമാലേഖനം 8-ാം അധ്യായം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്നിട്ട് 3-ാമത്തെ വാക്യം പറയുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് ബിക്കോസ് ഓഫ് ദ സിൻഫുൾ നേച്ചർ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. എന്താണ് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്? The law of God could not accomplish certain things. ചില കാര്യങ്ങൾ നിവർത്തിയാക്കുവാൻ, നടത്തിയെടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്താ കഴിയാഞ്ഞത്? ന്യായപ്രമാണം പറഞ്ഞു കുല ചെയ്യരുത്, പക്ഷെ മനുഷ്യൻ കൊലപാതകം ചെയ്തു. ന്യായപ്രമാണം പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത്, എന്നാൽ മനുഷ്യൻ വ്യഭിചാരം ചെയ്തു. ന്യായപ്രമാണം പറഞ്ഞു മോഷ്ടിക്കരുത്, മനുഷ്യൻ മോഷ്ടിക്കുന്നു. ന്യായപ്രമാണം പറഞ്ഞു കള്ളസാക്ഷ്യം പറയരുത്, മനുഷ്യൻ കള്ളസാക്ഷ്യം പറയുന്നു. ന്യായപ്രമാണം പറഞ്ഞു മോഹിക്കരുത്, പക്ഷേ മനുഷ്യൻ മോഹം ജനിപ്പിച്ചു, മോഹം ഉണ്ടായി. മോഹം സകലവിധ പാപത്തിനും മൂലമായി തീർന്നു, കാരണമായി തീർന്നു. അതായത് ന്യായപ്രമാണത്തിന് അരുത് 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 എന്ന് പറയുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രവണത മനുഷ്യൻ എപ്പോഴും കൂടുതലാണ്. ചെയ്യരുതെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പം ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. മോഹിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് റോമാലേഖനത്തിൽ തന്നെ 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോ ചിന്തിച്ചൊരു ഉദാഹരണമാണ്, ഒരു കതകിനോ ഒരു ബെഞ്ചിനോ ഒക്കെ പെയിന്റ് അടിച്ചു വെച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പള്ളിയിലെ ഒരു 4 ബെഞ്ചിന് പെയിന്റ് അടിച്ചു വെച്ചിട്ട് മാറ്റിയിട്ടിരിക്കും. എന്നിട്ട് അവതെല്ലാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പുതുതായിട്ട് പെയിന്റ് അടിച്ചതാണ്, ആരും തുടരുത്. പക്ഷെ പോകുന്ന മനുഷ്യരെല്ലാം എന്ത് ചെയ്യും? ചെന്നൊന്ന് തൊട്ട് നോക്കും പെയിന്റ് അടിച്ചിട്ടുണ്ടോ. അവിടെ തുടരുതെന്ന് ബോർഡ് വെച്ചില്ലായിരുന്നെങ്കിൽ ആരും തൊടുകയില്ലായിരുന്നു. തുടരുതെന്നുള്ള ബോർഡ് കണ്ടതുകൊണ്ട് തൊട്ടു നോക്കാനുള്ള ഒരു പ്രവണത മനുഷ്യന്, അതിലൊരു ടെൻഡൻസി മനുഷ്യനുണ്ടായി. അതുപോലെയാണ് ന്യായപ്രമാണം മോഹിക്കരുതെന്ന് പറഞ്ഞു.
അതുകൊണ്ട് മോഹം എന്താണെന്ന് മനുഷ്യൻ അറിയുകയും മോഹം ജനിപ്പിക്കുകയും ചെയ്തു. മോഹിക്കുന്നതാണ് എല്ലാ പാപത്തിനും കാരണമായി തീരുന്നത്. മോഹിക്കുന്നതുകൊണ്ടാണ് വേറൊരുത്തന്റെ മുതല് മോഹിക്കുന്നത് കൊണ്ടാണ് അത് മോഷ്ടിക്കുന്നത്. മറ്റൊരു സ്ത്രീയെ മോഹിക്കുന്നത് കൊണ്ടാണ് വ്യഭിചാരം ചെയ്യുന്നത്. കുല ചെയ്യുന്നതും എല്ലാം മോഹത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ്. ചെയ്യരുതെന്ന് പറയാൻ മാത്രമേ ന്യായപ്രമാണത്തിന് കഴിഞ്ഞുള്ളൂ. ചെയ്യാതിരിക്കാനുള്ള ഒരു കഴിവ് തരുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ചെയ്യരുതെന്ന് എന്റെ അന്തരാത്മാവിനോട് പറയുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഇവിടെ പറയുന്നത് ആ ചെയ്യാതിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എങ്ങനെയാ ലഭിച്ചത്? ചെയ്യാതിരിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമാണ്. ഒരു പാപത്തിൽ വീഴാതെ നമ്മെ സൂക്ഷിക്കുന്നത് ദൈവം തരുന്ന ശക്തി കൊണ്ട്. ഞാൻ എത്രയോ പാപം ചെയ്തു പോകുമായിരുന്നു, പക്ഷെ ദൈവം എന്നെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു എന്ന് അനേകർ സാക്ഷ്യം പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അതായത് എ ഡിവൈൻ എനേബിൾമെന്റ് ദാറ്റ് enables us not to commit sin. പാപം ചെയ്യാതിരിപ്പാൻ നമുക്ക് തരുന്ന കഴിവ് ദൈവത്തിന്റെ ശക്തിയാലാണ്, ദൈവത്തിന്റെ കഴിവിനാലാണ്. ആ ദൈവിക ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മോട് സംവാദിക്കുന്നത് കൊണ്ടും പല സാഹചര്യങ്ങളും തട്ടി മാറ്റുന്നത് കൊണ്ടുമാണ് നാം പാപം ചെയ്യാതിരിക്കുന്നത്. മോനെ, നീ അങ്ങോട്ട് നോക്കരുത്, നീ അത് ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംവാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ദൈവിക ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത്. പാപം ചെയ്യാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നത്. കൊച്ചുഞ്ഞുപദേശിയൊക്കെ പാടിയിട്ടുണ്ട്, പാപം ചെയ്യാതെ എന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശനെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പാപം ചെയ്യാതെ എന്നെ കാവൽ ചെയ്തിടുവാൻ, കർത്താവെ പാപത്തിൽ വീഴാതെ എന്നെ സൂക്ഷിക്കണമേ എന്ന് ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവ പൈതൽ കരയുമ്പോൾ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ പാപത്തിൽ വീഴാതെ അവനെ സൂക്ഷിക്കും. അതിനെയാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ കൃപ ആരാ കൊണ്ട് തന്നത്? ആ ദൈവത്തിന്റെ ഡിവൈൻ എനേബിൾമെന്റ് ബ്രോഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. അതാ പറഞ്ഞത്, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരമാണ്. മോശ ചെയ്യരുതെന്ന് പറയാനുള്ള ന്യായപ്രമാണം മാത്രം തന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്യാതിരിക്കാനുള്ള കഴിവ് നമുക്ക് തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. നമുക്കറിയാം, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളോട് അയക്കും, അപ്പോൾ എന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും എന്ന് കർത്താവ് പറയും. അതിനുവേണ്ടി കാത്തിരിക്കാനായിട്ട് പറയുന്നു. ആ ഡിവൈൻ എനേബിൾമെന്റിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപ എന്ന് പറയും. അതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ഇന്ന് നാം ഇപ്പോൾ കണ്ടത് ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ്. ഇന്ന് കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഏകജാതനായവന്റെ, പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. യോഹന്നാൻ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒന്നും എഴുതാതെ, യേശു ക്രിസ്തുവിന്റെ ജന്മമോ മറ്റു കാര്യങ്ങളോ ഒന്നും എഴുതാതെ നേരിട്ട് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ വചനം ജഡമായി തീർന്നവനായി അവതരിപ്പിക്കുമ്പോൾ, അത് പറയുമ്പോൾ നിത്യനായ ദൈവമായി, സകലത്തെയും സൃഷ്ടിച്ച ദൈവമായി, പിതാവിനോട് കൂടെ ഇരുന്ന പുത്രനായ ദൈവമായിട്ട്, ഏക സത്യദൈവമായിട്ട് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിത്യനായ സൃഷ്ടാവായ ജഡം ധരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ യേശു ക്രിസ്തു, അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. പത്രോസ് പറയുന്നത് പോലെ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി. പ്രിയമുള്ളവരെ, അതാണ് നമുക്കും ഇന്ന് ക്രിസ്തീയ ജീവിതം വിജയകരമായി നയിപ്പാൻ അവന്റെ തേജസ് കാണണം. ആ ദർശനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ വിജയകരമായി ജീവിപ്പാനും കർത്താവിന്റെ സാക്ഷികളായി ജീവിപ്പാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ തേജസ് ഒന്ന് കാണണമേ എന്നുള്ള വലിയൊരു ആഗ്രഹം നമുക്ക് വേണം. നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്ന് അഹരോന്യ ആശീർവാദത്തിലൊക്കെ നാം വായിക്കുന്നു. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന്
എൻ്റെ ഹൃദയം പറയും. ദൈവത്തിന്റെ മുഖപ്രകാശം, അവന്റെ തേജസ് അത് കാണണം. അത് കാണാനായിട്ടുള്ള ഒരു അദമ്യമായ ആഗ്രഹം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവന്റെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ രാപ്പകൽ ധ്യാനിപ്പാനും ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കാം. 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആ ഒരു തേജസ് കാണണമെന്നുള്ള ഒരു ആഗ്രഹം, ആ ആഗ്രഹം നമ്മെ ഭരിക്കണം. ആ തേജസ് കണ്ടെങ്കിൽ മാത്രമേ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ, വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏവർക്കും അതിനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോട്, ദൈവവചന ധ്യാനത്തോട്, ആ തേജസ് കാണണമേ എന്നുള്ള അദമ്യമായ ആഗ്രഹത്തോട് ദൈവസന്നിധിയിലേക്ക് അടുത്തിയെല്ലാം അതിന് ദൈവം നമുക്കിടയാക്കട്ടെ.